നമസ്കാരം. പ്രധാന വാർത്തകൾ. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്ത് അന്വേഷിക്കാൻ റോയൽ ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കേരളത്തിലേക്ക്. അടുത്തയാഴ്ച സംഘം കൊച്ചിയിലെത്തും. അനധികൃതമായി കടത്തിയ വാഹനങ്ങളുടെ വിവരങ്ങൾ കസ്റ്റംസിൽ നിന്ന് തേടും. ഭൂട്ടാനിലെ മുൻ സൈനിക ഉദ്യോഗസ്ഥനെ റോയൽ ഭൂട്ടാൻ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. അന്വേഷണ വിവരങ്ങൾ കൊച്ചിയിലെ കസ്റ്റംസിന് കൈമാറും. വാഹനങ്ങൾ പിടികൂടിയ ഘട്ടത്തിൽ സമാന്തരമായൊരു അന്വേഷണം ഭൂട്ടാൻ കസ്റ്റംസ് നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ക്ഷാമാബത്ത വർദ്ധിപ്പിച്ചു. 3% വർദ്ധിപ്പിച്ചത്. കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. ജൂലൈ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. ഈ വർഷം ഇത് 2ാം തവണയാണ് ക്ഷാമാബത്ത വർദ്ധിപ്പിക്കുന്നത്. മാർച്ചിൽ 2% വർദ്ധിപ്പിച്ചിരുന്നു. അപ്പോൾ അടിസ്ഥാന ശമ്പളത്തിന്റെ 53%-ൽ നിന്ന് 55%-ആയി ഉയർന്നിരുന്നു. നിലവിലെ വർധനപ്രകാരം 60,000 രൂപ അടിസ്ഥാന ശമ്പളമുള്ള ഒരാൾക്ക് 34,800 രൂപ DA ലഭിക്കും. ജനുവരിയിൽ പ്രഖ്യാപിച്ച 8ാം ശമ്പള കമ്മീഷനാണ് ശമ്പളത്തിലും അലവൻസുകളിലുമുള്ള തുടർ പരിഷ്കരണങ്ങൾ തീരുമാനിക്കുന്നത്. റാപ്പർ വേടന്റെ ഗാനം സിലബസിൽ ഉൾപ്പെടുത്തും. കാലിക്കറ്റ് സർവകലാശാല VC-ക്ക് റിപ്പോർട്ട് കൈമാറി. ഗാനം ഉൾപ്പെടുത്തേണ്ടെന്ന MM ബഷീർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് തള്ളിയാണ് തീരുമാനം. ഗാനം ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സർവകലാശാല VC-ക്ക് റിപ്പോർട്ട് കൈമാറിയെന്ന് മലയാളം ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം അജിത്ത് പറഞ്ഞു. വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ഗാനമാണ് മലയാള സിലബസിൽ ഉൾപ്പെടുത്താൻ സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ BJP സിൻഡിക്കേറ്റ് അംഗം VC-ക്ക് പരാതി നൽകിയിരുന്നു. 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസ്. പ്രതിക്ക് 67 വർഷം തടവ് ശിക്ഷ. 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി ഹസൻകുട്ടിക്ക് 67 വർഷം തടവ് ശിക്ഷയും 1,22,000 രൂപ പിഴയും വിധിച്ച കോടതി. തിരുവനന്തപുരം ചാക്കയ്ക്ക് സമീപം അച്ഛനമ്മമാർക്കൊപ്പം കിടന്നുറങ്ങിയായിരുന്ന ഹൈദരാബാദ് സ്വദേശിയായ നാടോടി പെൺകുട്ടിയാണ് തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. തിരുവനന്തപുരം ഇടവ സ്വദേശി ഹസൻകുട്ടിയെ തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി നേരത്തെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസ് ആസ്ഥാനത്തുമെത്തി. ADGP A ശ്രീജിത്തിനെ പൊന്നാണി അണിയിക്കുന്ന ചിത്രങ്ങൾ പുറത്ത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി പീഡവിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസ് ആസ്ഥാനത്ത് എത്തിയെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ADGP A ശ്രീജിത്തിനെ ഉണ്ണികൃഷ്ണൻ പോറ്റി പൊന്നാടി അണിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു. മട്ടന്നൂർ ശങ്കരന്മാരാർക്കൊപ്പമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസ് ആസ്ഥാനത്ത് എത്തിയത്. ഉന്നതർക്കൊപ്പമുള്ള ചിത്രങ്ങൾ കാട്ടി ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. ഇനിയും പ്രകോപിപ്പിച്ചാൽ പലതും തുറന്നു പറയേണ്ടി വരും. വിമർശനങ്ങൾക്ക് മറുപടിയുമായി നടി റിനി ആൻ ജോർജ്. CPM പരിപാടിയിൽ പങ്കെടുത്തതിൽ വിശദീകരണവുമായി നടി റിനി ആൻ ജോർജ്. താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ലെന്നും സ്ത്രീപക്ഷ നിലപാട് ആര് പറഞ്ഞാലും യോജിക്കുമെന്നും റിനി ആൻ ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സ്ത്രീകൾക്കെതിരായ സൈബർ അധിക്ഷേപത്തിനെതിരെയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന പരിപാടി. സ്ത്രീപക്ഷ നിലപാടുള്ളതുകൊണ്ടാണ് CPM പരിപാടിയിൽ പങ്കെടുത്തത്. KJ ഷൈൻ ഐക്യദാർഢ്യമായിരുന്നില്ലെന്നും ഇനിയും ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുമെന്നും റിനി ആൻ ജോർജ് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും നടി പറഞ്ഞു. ആലപ്പുഴയിൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും മത്സരിക്കാതെ KSU. SFIക്ക് ഏകപക്ഷീയ വിജയം. സംഘടനയ്ക്കുള്ളിലെ അസ്വാരസ്യങ്ങളാണ് മത്സരിക്കാതെ മാറി നിൽക്കുന്നതിലേക്ക് നയിച്ചതെന്നാണ് വിവരം. ഇതോടെ ജില്ലയിലെ ഭൂരിഭാഗം കോളേജുകളിലും SFI ഏകപക്ഷീയമായി വിജയിച്ചു. KSU ജില്ലാ പ്രസിഡന്റിന്റെ പിടിപ്പുകേടാണ് പിന്നിലെന്ന വിവരം ഒരു വിഭാഗം KSU പ്രവർത്തകർ ആരോപിച്ചു. സംഘടനയ്ക്കുള്ളിൽ ഗ്രൂപ്പ് പോര് ശക്തമെന്നും വിമർശനമുണ്ട്. 2 കോളേജുകളിൽ മാത്രമാണ് KSU നോമിനേഷൻ നൽകിയത്. സംഘടന ശക്തമായ അമ്പലപ്പുഴ ഗവൺമെന്റ് കോളേജിലും KSU നോമിനേഷൻ നൽകിയില്ല. പുന്നപ്പറയിൽ സൈക്കിളിൽ പോവുകയായിരുന്ന കുട്ടികളെ കാർ ഇടിച്ചു തെറിപ്പിച്ചു. 2 കുട്ടികൾക്ക് പരിക്ക്. പുന്നപ്പറ തെക്ക് പഞ്ചായത്ത് മാർക്കറ്റിന്റെ തെക്ക് ഭാഗത്തായിരുന്നു അപകടം. സൈക്കിളിൽ പോവുകയായിരുന്ന മങ്ങാട് പള്ളിക്ക് സമീപം MS മൻസിൽ സിയാദിന്റെ മകൾ ഐഷ, ഇവരുടെ ബന്ധു സാഹിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. വടക്കു നിന്നും തെക്ക് ഭാഗത്തേക്ക് പോയ കാർ കുട്ടികൾ സഞ്ചരിച്ച സൈക്കിളിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണ കുട്ടികളെ നാട്ടുകാർ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാഹിൽ ഗുരുതരാവസ്ഥയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ആലപ്പുഴ ചേർത്തലയിൽ ഗൃഹനാഥന് പാമ്പുകടിയേറ്റ് ദാരുണാന്ത്യം. പള്ളിപ്പുറം പഞ്ചായത്ത് 3ാം വാർഡ് 5കുളം കോളനി വീട്ടിൽ സുരേഷ് ബാബുവാണ് ദാരുണമായി മരിച്ചത്. 70 വയസ്സായിരുന്നു. ഉച്ചയ്ക്ക് കിടക്കാനായി കട്ടിലെ കിടക്ക വൃത്തിയാക്കുന്നതിനിടെ അദ്ദേഹത്തിന്റെ കാലിൽ പാമ്പ് കടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സുരേഷ് ബാബുവിനെ ഉടൻ തന്നെ ചേർത്തല താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കള്ളൻ കപ്പലിൽ തന്നെ. ശബരിമല സ്വർണ്ണപ്പാളി മോഷണത്തിൽ ദേശീയ നേതാക്കളടക്കം പങ്കുചേർന്നുള്ള പ്രതിഷേധം പ്രഖ്യാപിച്ച് കോൺഗ്രസ്.
ശബരിമല സ്വർണ്ണപ്പാളി മോഷ്ടിക്കാൻ അവസരമൊരുക്കിയ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും അനാസ്ഥയ്ക്കെതിരെ വിശ്വാസികളെ അണിനിരത്തി കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും അതിൽ പങ്കുചേരുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. ശബരിമലയിൽ വലിയ സുരക്ഷയുണ്ടായിട്ടും സ്വർണം നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യത്തെ വിമർശിച്ച സണ്ണി ജോസഫ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും പ്രതികരണം വിശ്വാസയോഗ്യമല്ലെന്നും പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ടവർ അറിയാതെ ശബരിമലയിൽ നിന്ന് സ്വർണം നഷ്ടപ്പെടില്ല. കള്ളൻ കപ്പലിൽ തന്നെയാണെന്ന് ചൂണ്ടിക്കാട്ടിയ സണ്ണി ജോസഫ് ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യം അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു.